ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള, പക്ഷേ ശരിക്കും ചിന്തിച്ചാൽ തല ചുറ്റുന്ന ഒരു വാദത്തെക്കുറിച്ചാണ്. തുടക്കമുള്ള എല്ലാത്തിനും ഒരു സൃഷ്ടാവ് ഉണ്ടാകണം എന്ന വാദം യുക്തിപരമാണോ എന്നതാണ് ഇന്നത്തെ വിഷയം. ആദ്യമേ ഒരു കാര്യം ക്ലിയർ ആക്കാം. ഇത് ദൈവവിശ്വാസത്തെ കളിയാക്കാനോ ആരുടെയെങ്കിലും വിശ്വാസത്തെ തകർക്കാനോ ഉള്ള വീഡിയോ അല്ല. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിൽ, യുക്തിയോടെ, ഇത് ശരിക്കും എത്രത്തോളം ഉറപ്പുള്ള വാദമാണെന്ന് നോക്കുകയാണ്. സാധാരണയായി ഈ വാദം ഇങ്ങനെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ലോകത്ത് ഉണ്ടാകുന്ന എല്ലാറ്റിനും ഒരു കാരണമുണ്ടല്ലോ. ഒരു വീട് പണിയാൻ ഒരാൾ വേണം. ഒരു കസേര ഉണ്ടാകാൻ അത് ഉണ്ടാക്കിയ ഒരാൾ വേണം. അതുപോലെ ഈ പ്രപഞ്ചത്തിന് തുടക്കമുണ്ടെങ്കിൽ അതിനെ ഉണ്ടാക്കിയ ഒരു സൃഷ്ടാവും ഉണ്ടായിരിക്കണം. ഇത് കേൾക്കുമ്പോൾ അതിൽ തെറ്റ് എന്താ എന്ന് നമ്മൾക്ക് തോന്നും. കാരണം ഇത് നമ്മുടെ ദിവസേനയുള്ള അനുഭവങ്ങളോട് ചേർന്ന ഒരു ആശയമാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ, പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മൾ കാണുന്ന ഈ വീടും കസേരയും മരവും മനുഷ്യനും എല്ലാം എവിടെയാണ് ഉള്ളത്? ഇതെല്ലാം പ്രപഞ്ചത്തിനുള്ളിലല്ലേ? അതായത് നമ്മൾ കണ്ടറിഞ്ഞ കാരണം ഫലം എന്ന നിയമം പ്രപഞ്ചത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് വന്നത്. അത് പ്രപഞ്ചം തന്നെ ഉണ്ടാകുമ്പോഴും അതേപടി ബാധകമാണെന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കുമോ? ഇത് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നാം. അതിനാൽ ലളിതമായി പറയാം, ഒരു വീട്ടിനുള്ളിലെ നിയമങ്ങൾ ആ വീട് ഉണ്ടാകുന്നതിന് മുൻപും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇനി അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിന് ശരിക്കും ഒരു തുടക്കമുണ്ടോ? ഇവിടെ പലരും ഉടനെ പറയുന്നത് മഹാവിസ്ഫോടന സിദ്ധാന്തമല്ലേ എന്നായിരിക്കും. പക്ഷേ ശാസ്ത്രം പറയുന്നത് ഇതാണ്. മഹാവിസ്ഫോടന സിദ്ധാന്തം എന്നത് പ്രപഞ്ചം എങ്ങനെ വികസിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ്. അത് ശൂന്യത്തിൽ നിന്ന് എല്ലാം ഉണ്ടായി എന്ന് ഉറപ്പിച്ച് പറയുന്ന കാര്യമല്ല. അതിലുപരി സമയം തന്നെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെങ്കിൽ സമയത്തിന് മുൻപ് എന്തുണ്ടായിരുന്നു എന്ന ചോദ്യം ചിലപ്പോൾ അർത്ഥമില്ലാത്തതാകാനും സാധ്യതയുണ്ട്. ഇത് വിശ്വാസത്തിന്റെ വിഷയമല്ല, ശാസ്ത്രവും ചിന്തയും പറയുന്ന ഒരു കാര്യമാണ്. ഇനി ഈ വാദത്തിലെ ഏറ്റവും വലിയ ചോദ്യം നോക്കാം. തുടക്കമുള്ള എല്ലാറ്റിനും കാരണം വേണം എന്ന നിയമം ശരിയാണെങ്കിൽ അത് സൃഷ്ടാവിനും ബാധകമാകില്ലേ? ഇതിന് സാധാരണയായി പറയുന്ന മറുപടി ഇതായിരിക്കും: സൃഷ്ടാവിന് തുടക്കമില്ല, അതിനാൽ കാരണം ആവശ്യമില്ല. ഇവിടെയാണ് യുക്തിയുടെ ഭാഗത്ത് ഒരു പ്രശ്നം വരുന്നത്. എല്ലാവർക്കും ബാധകമായ ഒരു നിയമം പറഞ്ഞിട്ട് അതിനുശേഷം ഇവിടെയോ ഇതിന് മാത്രം ബാധകമല്ല എന്ന് പറയുന്നത് യുക്തിയുടെ ഭാഷയിൽ ന്യായമായ കാര്യമല്ല. ലളിതമായി പറഞ്ഞാൽ, നിയമം എല്ലാവർക്കും ആണെങ്കിൽ ഒരാളെ മാത്രം ഒഴിവാക്കാൻ കാരണവും തെളിവും വേണം. അതുകൊണ്ടാണ് തുടക്കമുള്ള എല്ലാത്തിനും സൃഷ്ടാവ് വേണം എന്ന വാദം അക്കാദമിക് തലത്തിൽ ഒരു ഉറപ്പുള്ള സത്യമെന്ന നിലയിൽ അംഗീകരിക്കപ്പെടാത്തത്. അതേസമയം ഇത് വിശ്വസിക്കരുത് എന്ന് ആരും പറയുന്നില്ല. വിശ്വാസം ഓരോ മനുഷ്യന്റെയും വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ യുക്തിയുടെ ഭാഷയിൽ പറയുമ്പോൾ ഇത് തെളിയിക്കപ്പെട്ട ഒരു സത്യമല്ല, ചർച്ച ചെയ്യാവുന്ന ഒരു ആശയമാണ്. ഒരുപാട് കാര്യങ്ങളിൽ യുക്തി നിൽക്കുന്നിടത്തോളം മാത്രമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിന് അപ്പുറം പോകുന്നിടത്താണ് വിശ്വാസം തുടങ്ങുന്നത്. അതാണ് യാഥാർത്ഥ്യം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ. ഇതുപോലുള്ള ലളിതമായ ഭാഷയിൽ പറയുന്ന ഗൗരവമുള്ള വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി കൂട്ടുകാരെ.